are listening Happy Moon Podcast. എല്ലാവർക്കും ഹാപ്പി മൂൺ പോഡ്കാസ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മളൊരു എപ്പിസോഡ് റിലീസ് ചെയ്തിട്ട്, പക്ഷേ വീണ്ടും നല്ലൊരു എപ്പിസോഡായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം വീണ്ടും ഹാപ്പി മൂൺ പോഡ്കാസ്റ്റ് ട്യൂൺ ചെയ്യുന്നതിന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു മലയാള സാഹിത്യത്തിൻ്റെ ഒരു അമൂല്യ നിധിയാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ. എന്താ എന്നറിയില്ല, ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ പുസ്തകം ഓഡിയോ ബുക്കായിട്ട് കേട്ടു നമ്മുടെ കുക്കു FM. എനിക്ക് നിങ്ങളോടും ഈ പുസ്തകത്തിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് ഈ പോഡ്കാസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ആ യാത്ര നിങ്ങളോടൊപ്പം വീണ്ടും ചെയ്യാൻ പോവാണ്. ഒരു ദേശത്തിൻ്റെ കഥ. ഈ നോവല് 1971 പുറത്തിറങ്ങിയപ്പോൾ വെറുമൊരു പുസ്തകമായിരുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ ദൃശ്യവും ശബ്ദവും ഹൃദയമായിരുന്നു. 1971 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പിന്നെ 1980 ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. ഈ നോവൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഒരു 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലേക്ക് അതിരാണിപ്പടം എന്നൊരു ചെറിയ ഗ്രാമത്തിന്റെ കഥ പറയുകയാണ്. ഈ ഗ്രാമത്തിന്റെ ചരിത്രവും സാമൂഹികവും രാഷ്ട്രീയവും നിലവാരങ്ങളും ഈ നോവൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു പ്രധാന കഥാപാത്രം ശ്രീധരനാണ്. ശ്രീധരൻ എന്ന യുവാവ് വർഷങ്ങളായി വിദേശത്ത് താമസിച്ച ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അവൻ തൻ്റെ ബാല്യകാല സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഗ്രാമത്തിലൂടെ വീണ്ടും ഒന്ന് സന്ദർശിക്കുകയാണ്. വർഷങ്ങളായി അതിരാണിപ്പാടത്ത് സംഭവിച്ച പല മാറ്റങ്ങളും മനസ്സിലാക്കുകയാണ് ഉദ്ദേശം. അതിരാണിപ്പാടത്തിന്റെ ഒരു മനോഹരമായ ചിത്രമാണ് എഴുത്തുകാരൻ നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ആത്മകഥാംശമുള്ള ഒരു നോവലാണ്. നാടും നാട്ടുകാരും മൃഗങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു കഥാപാത്രമാണ്. ഒരു ഗ്രാമമാകുമ്പോൾ അതിൻ്റെ നന്മയും തിന്മയും എല്ലാ വശങ്ങളും ഇതിലുണ്ട്. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുന്നിൽ തന്നെ എസ്.കെ. പൊറ്റക്കാടിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഒരു എഴുത്തുകാരനെ മാത്രമല്ല, ഒരു സഞ്ചാരി കൂടിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവം അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാസൂര്യന്റെ നാട്ടിൽ, ആ ഫിൻലൻഡിലൂടെയുള്ള യാത്രയാണ് പാതിരാസൂര്യന്റെ നാട്ടിൽ, അങ്ങനെ യൂറോപ്പിലൂടെ തുടങ്ങിയ കൃതികളിൽ ഇത് ഭയങ്കര വ്യക്തമാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുട്ടിക്കാലമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച സാഹചര്യമായിട്ടോ കുറച്ച് അനുഭവങ്ങൾ, നമ്മളൊരു ചെറിയ ഗ്രാമത്തിലെത്തിയതുപോലെ അതിലുള്ള മലകളും പുഴകളും വയലും പാടവും മരത്തിന്റെ മുകളിൽ കയറുന്നതും ഇതൊക്കെ നമുക്കും അനുഭവിച്ചറിയാൻ പറ്റും. ഈ പുസ്തകം വെറൊരു കഥ മാത്രമല്ല, അല്ലെ, ഒരു ഗ്രാമത്തെ ചിത്രീകരിക്കുകയാണ്, അതിന്റെ ജീവിതം ചിത്രീകരിക്കുകയാണ് എസ്.കെ. പൊറ്റക്കാട് ഇതിലൂടെ ചെയ്യുന്നത്. ശ്രീധരൻ എന്ന കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് ഒരു ഗ്രാമത്തിന്റെ ഉയർച്ചയും താഴ്ചയും സന്തോഷവും ദുഃഖമാണ്. നോവലിലെ ഓരോ കഥാപാത്രവും ഓരോ സന്ദർഭവും ആ കാലഘട്ടത്തിന്റെ ഒരു പ്രാതിനിധ്യമാണ്, അല്ലെ, പ്രതിനിധാനിക്കുന്നതാണ്. തറവാടും അതിരാണിപ്പാടത്തിലെ ജനങ്ങളുടെ ജീവിതവും ഈ പുസ്തകത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്, അവരുടെ തൊഴിലുകൾ. അങ്ങനെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ ശ്രീധരനും ചേലക്കോട്ട് കൃഷ്ണൻ മാസ്റ്റർ, ശ്രീധരന്റെ അച്ഛൻ. ഈ പുസ്തകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ചേലക്കോട്ട് കൃഷ്ണൻ മാസ്റ്ററുടെ ഇളയ സന്താനമാണ് ശ്രീധരൻ. ശ്രീധരന്റെ വളർച്ചയ്ക്കൊപ്പം ആ നാടിന്റെ വളർച്ചയും മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിരാണിപ്പാടത്ത് നിന്നാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് ഉത്തരേന്ത്യയിലേക്കും യൂറോപ്പിലേക്കും ഈ പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രീധരന്റെ ജനനം മുതലാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ബാല്യത്തിലെ കുസൃതികളും കൗമാരത്തിലെ കവിതകളും യൗവനത്തിലെ പ്രണയവും നല്ല നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. കൃഷ്ണൻ മാസ്റ്റർ എന്ന അച്ഛനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആ കഥയിൽ ഒരു പ്രധാന ഒരു ചെറിയ വേദന തരുന്ന ഒരു കഥാപാത്രമാണ് നാരായണി. അസുഖം ബാധിച്ച് മരിക്കുന്നതും ദൃശ്യങ്ങളും അതെല്ലാം ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിലും എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് ഓർമ്മയിൽ വരുന്ന രീതിയിലാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്.
സപ്പസാക്യൂൾട്ട്, അതേപോലെ ശ്രീധരന്റെ വിദേശ സഞ്ചാരത്തിലുള്ള എമ്മ, അവരൊക്കെ ഒരു വേറിട്ട കഥാപാത്രങ്ങളാണ്. പുസ്തകത്തിലെ ചില സന്ദർഭങ്ങൾ, ശ്രീധരൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന രംഗം, പുതിയ ചെരുപ്പും സന്തോഷവും അമ്മയെ വിട്ടുപിരിയുന്ന സങ്കടവും, ഇതെല്ലാം നമുക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ പലരും നമ്മുടെ സ്വന്തം നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, കുറച്ച് കാലത്തിന് ശേഷം വരുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെയാണ് ഈ അതിരാണിപ്പാടം മാറുന്നത്. അതിരാണിപ്പാടം മാറുമ്പോൾ ശ്രീധരനിലുണ്ടാവുന്ന ചെറിയ നീക്കം, നമ്മൾ ജനിച്ചു വളർന്ന ആ ഭൂമിയോട് നമുക്കുണ്ടാവുന്ന ഒരു ആത്മബന്ധം, അതൊക്കെയാണ് ഈ ഒരു കഥയിലെ ഒരു പ്രധാന ഭാഗങ്ങളായി വരുന്നത്. ശ്രീധരൻ ഇങ്ങനെ പറയുന്നുണ്ട്: കാലം മാറുമ്പോൾ മണ്ണിനൊപ്പം മനുഷ്യരും മാറുന്നു, പക്ഷേ ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്നു. ഒരു ദേശത്തിന്റെ കഥ എഴുതപ്പെട്ടിട്ട് ഒരു 50-ലധികം വർഷമായിട്ടുണ്ടാകും, പക്ഷേ അത് എന്നും പ്രസക്തമാണ്. കാരണം വെറും സ്ഥലകാലങ്ങളെ കുറിച്ചല്ല, മനുഷ്യ ഹൃദയങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. നമ്മുടെ വേരുകളിലേക്ക് തിരിച്ചു പോകുന്നതും നഷ്ടപ്പെടുന്ന ഓർമ്മകളുടെ മാറുന്ന കാലത്തിന്റെയും ഇവയെല്ലാം കാലാതീതമായ വികാരമായിരിക്കും. ഈ പുസ്തകം ഇങ്ങനെയാണ് തീരുന്നത്: അതിരാണിപ്പാടത്തെ പുതിയ തലമുറകളുടെ കാവൽക്കാര, അതിക്രമിച്ചു കടന്നതിന് പൊറുക്കൂ. പഴയ കൗതുക വസ്തുക്കൾ തേടി വന്ന ഒരു പരദേശിയാണ് ഞാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ പഴയ ഓർമ്മകൾ വീണ്ടും 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 തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശ്രീധരനെ പോലെയുള്ള കഥാപാത്രങ്ങളാണ് ചിലപ്പോൾ നമ്മളിൽ പലരും. ഒരു ദേശത്തിന്റെ കഥ മിക്കവാറും ആ എഴുത്തുകാരന്റെ ഒരു ജീവിത അനുഭവം കൂടിയാണ് അല്ലെ. ശ്രീധരൻ അദ്ദേഹത്തിന്റെ സ്വന്തം ബാല്യത്തെയും യൗവനത്തെയുമാണ് പുനഃസൃഷ്ടിക്കുന്നത്. ഇത് നമുക്ക് വായനക്കാരിലൊരു നല്ല ഇഷ്ടം ആ കഥയോട് തോന്നാൻ സഹായിക്കുന്നു. എവിടെയോ കേട്ടിട്ടുണ്ട്, എല്ലാ മഹത്തായ സാഹിത്യവും കടുത്ത സത്യസന്ധതയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒറ്റക്കാടിന്റെ ആ ഒരു ജെനുവിനിറ്റിയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. All great literature springs from brutal honesty. ഈ പുസ്തകം ഒരു നാടിന്റെ ഒരു സാംസ്കാരിക രേഖയാണ് അല്ലെ. അതിരാണിപ്പാടത്തിന്റെ ചരിത്രം, നാട്ടുനടപ്പുകൾ, ആചാരങ്ങൾ, അങ്ങനെ ഒരുപാട് കവിതകളും ഈ കഥയിലൂടെ തന്നെ ഒരുപാട് കവിതകൾ പറയുന്നുണ്ട്. പല സന്ദർഭങ്ങൾ. പുസ്തകം വായിക്കുന്നത് ഒരു അനുഭവമായിരിക്കും, ഇത് കേൾക്കുന്നതും അനുഭവമായിരിക്കും. എനിക്കിത് കേട്ടപ്പോൾ ഒരു ഓഡിയോ ബുക്ക് ആയതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഒരു ഭയങ്കര നമ്മളാ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ തോന്നിയിരുന്നു, നമ്മളെ തിരിച്ചു നാട്ടിലെത്തുന്നത് പോലെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായി ഈ പുസ്തകത്തിനെ പറ്റി നിങ്ങളോടും സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി. ഹാപ്പി മൂൺ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, അതേപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സ്ട്രീം ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഹാപ്പി മൂൺ പോഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. സോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ DM ചെയ്യാം. ഒരുപാട് സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.